ഗൈസ് അങ്ങനെ തിരുമുടിക്കുന്ന പള്ളി പെരുന്നാളാണ്. നമ്മുടെ വാവയുടെ ഫസ്റ്റ് പെരുന്നാളും കൂടിയാണ് കേട്ടോ. അന്ന് വാവയാണ് നമുക്ക് അമ്പൊക്കെ കയറ്റാൻ പോണ വീട്ടില്. അമ്പ് വരാൻ കേട്ടോ. നമ്മള് യൂണിറ്റ് വൈസ് ആണ് അമ്പ് നമ്മള് വീട്ടിൽ കയറ്റണേ. പിന്നെ എക്സ്പെഷ്യലി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അജയ് സ്റ്റേഷൻ തിരിച്ചു പോയി ഇന്നലെ. അപ്പൊ അജയ് ചേട്ടൻ തിരിച്ചു പോയി. അപ്പൊ അതിന്റെ ഒരു വൈബ് കുറവ് ഉണ്ടാവും. നമ്മുടെ കസിൻസ് എല്ലാവരും അല്ല, നമ്മളുടെ അനിറ്റാവനെയും മേബിളിനും എല്ലാവരും അറിയായിരിക്കും. അവര് വരുന്നുണ്ട്. അപ്പൊ ചെറിയ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അജയ് ചേട്ടൻ എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതെടുക്കാൻ വിചാരിക്കുന്നു. പിന്നെ പാവയുടെ ഫസ്റ്റ് ഓണല്ലേ അവിടെ ഫസ്റ്റ് പെരുന്നാളും കൂടിയാണല്ലോ. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. പറ്റാണെങ്കിൽ ഞാൻ വൈകുന്നേരം പള്ളിയിലെ വീഡിയോസ് ഒക്കെ കാണിക്കാം. വെൽക്കം ടു ടുഡേസ് പെരുന്നാൾ ബ്ലോഗ്. അല്ലത് വെൽക്കം അല്ലടാ, സുസ്വാഗതം. പുന്നാജി ഞങ്ങളുടെ കുഞ്ഞി കണ്ണനാണി. എവിടെയായിരുന്നു അമ്മാവൻ? എപ്പത്തിയോ കണ്ണുണ്ട്. ജനിച്ചെന്ന് നീ വന്നിണ്ടായിരുന്നല്ലേ? എന്തൊരു നോട്ടോടാ. കണ്ണെടുക്കാണ്ട നോക്കണേ. ഞങ്ങളുടെ അനിയനോ അതേപോലെ അനിയൻ വലിയ പെരുന്നാളായിട്ട് ക്ഷീണമുള്ള മോളെ വയസ്സായില്ലേ? ഇന്നെന്തുട്ടാ സ്പെഷ്യൽ വെക്കണേ? ബിരിയാണിയാ. വാവ നല്ല ഉറക്കായിട്ടോ. അമ്പൊക്കെ വന്ന് പോയിട്ട് വല്യമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ സംസാരിച്ച് വന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ കസിൻസൊക്കെ വരും. കസിൻസ് അല്ല, നമ്മുടെ അറ്റാമയും മേബിളും വരും. പക്ഷെ ഇങ്ങനെ കിടക്കൂല അവൻ. കുറച്ച് നേരം കഴിയുമ്പോൾ വേഗം ചെണിങ്ങി വരും. അവന് ചൂട് വേണം ആരുടെങ്കിലൊക്കെ. എടാ ആൽബി എന്താ വാവയ്ക്ക് കൊണ്ടുവന്നേക്കണ നീ? നമ്മുടെ ആൽബി അഞ്ചും വന്നിട്ടുണ്ട്. വാവയ്ക്ക് കിളിക്കൊക്കെ ആയിട്ട് പെരുന്നാൾ സ്പെഷ്യൽ. അതെ, വാവയാണെങ്കിൽ നല്ല ഉറക്കാന്ന് മാത്രം. അതെ, സ്വാഭാവികം. എടാ എന്താണ് പള്ളിയിലെ പ്രിപ്പറേഷൻസ് നമ്മുടെ യൂണിറ്റിന്റെ വക? മത്സരമല്ല, ഭയങ്കര മാറ്റിയില്ല. 2 കപ്പളക്കാരും, തെക്കേ കപ്പളക്കാരും, വടക്കേ കപ്പളക്കാരും, 2 കപ്പളക്കാരും ഡ്രാഗണെ കൊണ്ടുണ്ട്. നമ്മള് പച്ച ഡ്രാഗൺ, ഇലക്ട്രിക്കാനം കൊണ്ടും. നമ്മൾ അതിന് പകരം ഹണി ബീനെ കൊണ്ടും. അതെ, പിന്നെ രസം ഹണി റോസ് അല്ലല്ലേ? അതെ, നമ്മുടെ പെരുന്നാള് ഭയങ്കര കിടില്ലെന്ന് പറഞ്ഞേ. അതെ അതെ അതെ, ഈ ഇടക്കുന്നാരൊക്കെ വന്ന് കാണും നമ്മുടെ പെരുന്നാള്. നമ്മുടെ പെരുന്നാളിന്റെ പ്രത്യേകത വെച്ചാൽ രഥങ്ങളാണ്. അതെ, എല്ലാ രഥങ്ങളും ഒരുമിച്ച് വന്നിട്ട് കുരിശിന്റെ അവിടെ വന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് പള്ളിയിലേക്ക് കുരിശിന്റെ അവിടെ പള്ളി വരാൻ ഭയങ്കര ഒരു കാഴ്ച. വ്യൂ ആണ്. നമ്മുടെ ഹൈറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരിക്കും. ഒരുപാട് പള്ളികൾ പൊക്കത്തുണ്ട്. ബട്ട് ഇങ്ങനെ ദൂരേക്ക് വ്യൂ ഉള്ള ഒരു പള്ളി നമ്മുടെ അടുത്ത് ഒരു സ്ഥലത്ത് രേഖാചിത്രത്തിലുള്ള നമ്മുടെ പള്ളി അതെ. എന്താ നിനക്ക് ഇടക്കുന്നവർക്ക് ഒരു ചിരി? അതെ, കടന്നേനെ. എടാ അപ്പൊ വൈകുന്നേരത്തെ വിഷ്വൽസ് കാണാന്ന് പറയണ. അതെ, നീ കുറച്ച് വിഷ്വൽസും എടുത്തു തന്നെ. പിന്നല്ല ഗൈസ്, അങ്ങനെ നമ്മള് പള്ളിയിൽ പോവാൻ റെഡിയായി. ഇവിടെ ഒച്ചപ്പാടും ബഹളാട്ടോ ആകെ മൊത്തം. കാര്യം ആൾക്കാരൊക്കെ കുറവാ, ബട്ട് സ്റ്റിൽ നമ്മള് റെഡിയായി. കസിൻസ് ഒക്കെ റെഡി ആയിട്ട് ഇതേ ഇപ്പൊ കസിൻസ് എന്ന് പറഞ്ഞാൽ ആകെ 5 മേബിളും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും റെഡി ആയിട്ട് പള്ളിയിൽ പോകുന്നു ഗൈസ്. ഞങ്ങൾ ഒരു റീൽ എടുത്ത് അതും വരൂലേ വേഗം. എങ്ങനെയുണ്ട് മുത്തുന്ന് വേറെ ലെവല് ലുക്ക്. ഇവക്ക് ഭയങ്കര ഫാൻസ് ആട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇവളെ നിർത്തി പിടിച്ച ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നമ്മൾ അറിഞ്ഞു. എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ അന്വേഷണം പറയണ്ട ഒക്കെ എത്തിക്കാറുണ്ട് ഇവിടെ അല്ലേ? നന്ദിയുണ്ട് റീ, നന്ദിയുണ്ട്. നമ്മുടെ അഞ്ചാവ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നന്നായിട്ട് നീ ബ്ലഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഗൈസ് നമ്മള് പള്ളിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ വല്യമ്മയുടെ അടുത്തുനിന്ന് പോവാ. അവര് വന്നിട്ട് വല്യമ്മയുടെ അടുത്ത് പോയില്ലായിരുന്നു കേട്ടോ. ഞങ്ങള് തറവാട്ടിലേക്ക് പോയിട്ട് വരാം. പൊട്ടി പടക്കം മുട്ടി കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്, പക്ഷെ നടന്നില്ല. ഇല്ല, പോവാൻ പോണു. ബിരിയാണി ഞങ്ങളുടെ കൂടെ വരണം. ബിരിയാണി ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഞങ്ങൾക്ക് കാവലായിട്ട്. അത് കാല് കയറ്റി വെക്കി.
ഗായ്സ് ഇപ്പൊ ബിരിയാണി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയതാണ്. ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി കഴിക്കാൻ പോണു. ബിരിയാണി എപ്പോ തുടങ്ങിയ പണി? നല്ല പണിയായിരുന്നല്ലേ. കൊറേ ബിരിയാണി ഗ്ലനിന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ബിരിയാണി കഴിക്കും. ഇത് ചിക്കൻ. ഓ ചില്ലറന്നല്ലോ, ഇത് വീണ്ടും ചിക്കൻ. നല്ല മണം ബിരിയാണി. വിറ്റെങ്ങനെ മിസ് ചെയ്യണ്ടാവല്ലോ. വിറ്റെങ്കിലും മിസ് ചെയ്യണ്ടാവും പെരുന്നാളല്ലേ. അതെ വാ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. ബിരിയാണി ഇന്ന് ഞങ്ങളുടെ നേതാവ് പള്ളിയിലേക്ക്. താങ്ക് യു. അതെനിക്ക് എന്തോ വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടിയതാ. പക്ഷെ രസല്ലേ. അപ്പൊ ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബിരിയാണി? നെക്സ്റ്റ് ഞങ്ങൾ പള്ളി പോവാൻ കേട്ടോ. ഇനി അതൊരു സാധന ഇത് വ്ളോഗാ റീലല്ലെന്നൊക്കെ എന്നാട്ടാ തുള്ളാൻ തോന്നി. എനിക്ക് ഡാൻസ് സെറ്റ് കാണുമ്പോ തുള്ളാൻ തോന്നും. ഇത് പുന്നാതി ഇതാരുടെ നിക്കണേ ചെക്കന്റെ ദോത്തന്നെ നിക്കുന്നേ. അവൻ ലൈറ്റ് നോക്കണോക്കേ. എടാ ലൈറ്റ് നോക്കണ്ട കണ്ടാ. ലൈറ്റ് നോക്കണ്ടാ നീ നോക്കണോക്കടി ലൈറ്റ്. എളിമയുടെ പുന്നാദിയാണ്. ചാക്കത്തെ പുന്നാദി. ചന്തയുടെ സൗണ്ട് കേട്ടാ. പുന്നാദി ഞാനും പറയാറുണ്ട് അറിയാണ്ട്. സുന്ദരാന്ന് പറഞ്ഞ സന്തോഷ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ പൊട്ടറ കാണുന്നത്. നമ്മുടെ പള്ളി തൊട്ട് ബാക്കാ നമ്മുടെ വീടിന്റെ. അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും. വാവ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ചെക്കൻ കാണാണ് പൊന്നെ. അവൻ കണ്ടു നിക്കണോക്കി അമ്മ കാണിക്കാവനെ. വാവത് ആദ്യത്തെ പെരുന്നാളാണ്. മമ്മിക്ക് പള്ളി പോണെന്ന് തോന്നല്ലേ? പോവാം മുത്തേ. മമ്മി പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ഞങ്ങള് പോയിട്ട് വരാം. എന്നിട്ട് ഏതോ യൂണിറ്റിന്റെ ചെണ്ട കൊട്ട് മത്സരം ആരംഭിക്കാൻ തോന്നുന്നു. അമല യൂണിറ്റിന്റെ. ഞങ്ങളുടെ സെന്റ് പീറ്റർ ആണ്. നമ്മള് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. അധികം വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്കത് എന്റെ സ്വന്തം നാടല്ല. അപ്പൊ എനിക്കത് അങ്ങനെ ക്യാമറ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ഒരു ചമ്മല് കാരണം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ അജയ് ചേട്ടൻ ഈ ടൈമിൽ നാട്ടിലുണ്ടാവുന്നു പെരുന്നാൾ കൂടാൻ പറ്റും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പെരുന്നാൾ അജയ് ചേട്ടനെ കൊണ്ടൊന്നും അജയ് ചേട്ടൻ കൂടണം എന്നുള്ളത്. സാധാരണ നമ്മുടെ പെരുന്നാൾ ഇങ്ങനെയൊന്നും കേട്ടോ. ഫുൾ കസിൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഓരോ തിരക്കിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആരെ അങ്ങനെ വിളിച്ചുണ്ടായിരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ നമ്മുടെ അഞ്ചാവയും മുത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടത്തെ പെരുന്നാളൊക്കെ ആക്ച്വലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നല്ലൊരു പെരുന്നാൾ ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ കസിൻസും റിലേറ്റീവ്സും ഒക്കെ കുറവായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ബഹളവും പാട്ടും. നമ്മളെല്ലാവരും കസിൻസ് ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പള്ളിയിൽ പോവാ തിരിച്ചു വരാം. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. പിന്നെ 8 വർഷമായിട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എങ്കിൽ ഞാൻ പറയാം 8 വർഷമായി അയച്ചേട്ടന്റെ എന്റെ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാ. അയച്ചേട്ടൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ അയച്ചേട്ടൻ പെണ്ണ് കാണാൻ വരുന്നത് ഒരു 2015 പെരുന്നാളിന്റെ വൈകുന്നേരമാണ് കേട്ടോ. ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ്. പെരുന്നാളിന്റെ വൈകുന്നേരമാണ് എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. ഓഫ് കോഴ്സ് കല്യാണമൊന്നും കഴിയാത്തതുകൊണ്ട് പള്ളിയിൽ പെരുന്നാളൊന്നും കൂടിയില്ല. വന്ന് പെണ്ണ് കണ്ടു പോയി അവര് അങ്ങനെ. പക്ഷെ പെരുന്നാള് 8 വർഷമായിട്ടും കൂടാൻ പറ്റിയിട്ടില്ല. അതേ ചേട്ടനാണെങ്കിലും വലിയൊരു നഷ്ടമാണെന്ന് ഞാൻ പറയാൻ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും അടിപൊളി പെരുന്നാളാണ് ഞങ്ങളുടെ. അത് അടുത്ത പ്രാവശ്യമെങ്കിലും നികത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ഇപ്പൊ എല്ലാവരും കിടന്നു കേട്ടോ. കിടന്നൂന്നല്ല, കിടക്കാനുള്ള മൂഡിലാണ്. ഒരു കൺക്ലൂഷൻ മര്യാദക്ക് നിങ്ങളുടെ അടുത്ത് പറയണല്ലോ. ഇതാണ് ഒരു കാരണം. ഒരു അറ്റവും വാലും തുമ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് അത് കൺവേ ചെയ്ത് വന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ മാക്സിമം അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എല്ലാവരും നന്മകൾ ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ.